ഇഡ്ഡലി സാമ്പാറും ഇഷ്ടമുള്ള ആരും പോകണ്ട കേട്ടോ, എല്ലാവരും വായോ. അപ്പൊ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇഡ്ഡലി സാമ്പാറുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഓടി ചാടി അടുക്കളയിൽ ചെന്ന് ഞാൻ കുക്കറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നല്ല പരിപ്പൊക്കെ കഴുകി അങ്ങോട്ടിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് വെക്കുവാണ്. അപ്പൊ ഇതിലേക്ക് ബാക്കിയുള്ള പച്ചക്കറി എല്ലാം കൂടെ അങ്ങ് കണ്ടിച്ച് വെക്കാൻ നേരത്തെ കണ്ടിക്കുവാണ്. അപ്പൊ ഞാൻ ഇതേ കണക്ക് ഇങ്ങനെ മാറ്റി ആട്ടോ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടിച്ച് വെക്കുന്നത്. കാര്യം ഞാൻ രണ്ടായിട്ടാട്ടോ വേവിക്കുന്നത്. അന്നേരത്തേക്ക് ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റ് ആവുന്നതിനടുത്ത് വെച്ച് ഞാൻ മാവൊക്കെ അങ്ങോട്ട് കുഴച്ച് വെക്കുകയാണ്. നല്ല ഉപ്പൊക്കെ ഇട്ട് നല്ല കട്ടിക്ക് കുഴച്ച് വെച്ചിട്ട് അടുക്കളയിൽ സ്ഥലപരിമിതി കാരണം ഞാൻ പാത്രങ്ങളൊക്കെ മേളിലാട്ടോ വെച്ചേക്കുന്നത്. മേളിൽ നിന്ന് ആ പാത്രമൊക്കെ ഏന്തി വലിഞ്ഞെടുത്ത് അതിലോട്ട് മാവ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വേവിക്കാൻ വേണ്ടി അങ്ങ് അടച്ചു വെച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ പരിപ്പൊക്കെ വെന്ത് സെറ്റായി. ഞാൻ ബാക്കി പച്ചക്കറിയും കൂടെ ഇട്ട് അങ്ങോട്ട് വേവിക്കാൻ വേണ്ടി അടച്ചു വെച്ചേ. അപ്പോഴത്തേക്ക് നമ്മുടെ ഇഡ്ഡലിയൊക്കെ അങ്ങോട്ട് റെഡി ആയി കേട്ടോ. പിന്നെ ഞാൻ ബാക്കിയുള്ളതെല്ലാം കടുക് ചേർക്കാമല്ലോ എന്ന് ഓർത്ത് പാത്രം വെച്ച് ബാക്കി പച്ചക്കറി എല്ലാം കൂടെ അങ്ങോട്ട് തട്ടി കടുക് ചേർക്കുവാണ്. എന്നിട്ട് നമുക്ക് അതിലോട്ട് ചേർക്കാനുള്ള മസാലകളും കൂടെ അങ്ങോട്ടിട്ട് ഇളക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു മണം അങ്ങ് വരും കേട്ടോ. നമുക്ക് അന്നേരം തന്നെ കഴിച്ചോളാൻ തോന്നും കേട്ടോ. അപ്പം അതെല്ലാം മണമൊക്കെ പിടിച്ചിട്ടാട്ടോ ഞാൻ അവിടെ നിന്ന് ബാക്കി ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ ബാക്കിയുള്ള വെന്ത പച്ചക്കറി എല്ലാം കൂടെ ഇതിലോട്ടാക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള കുറവുള്ള ഉപ്പൊന്നും നോക്കിയിട്ട് ചേർത്ത് കൊടുത്ത് അങ്ങോട്ട് കലക്കി എടുത്താലുണ്ടല്ലോ നല്ല പൂ പോലത്തെ ഇഡ്ഡലി ഈ സാമ്പാർ നിറയെ അങ്ങോട്ട് ഒഴിച്ച് കഴിക്കണം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളടാ. ടാറ്റാ ബൈ ബൈ, സീ യു.